കൊടും കാടിനുള്ളിലൂടെ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് മണിക്കൂറുകളോളം ഒരു യാത്ര. ഈ കാട്ടിനുള്ളിലാണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ വെള്ളം കാണാൻ കഴിയുക. അതും നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ. ലോകത്തിലെ രണ്ടാമത്തെ രുചികരമായ വെള്ളമാണ് ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിലുള്ള ശിരുവാണി ഡാമിനെ കുറിച്ചാണ്. ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട അതിമനോഹരമായ ഒരു സ്ഥലമാണ് ശിരുവാണി ഡാമും ആ ഡാമിന് ചുറ്റുവട്ടത്തുള്ള റിസർവ് ഫോറസ്റ്റും. ശിരുവാണി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ സ്ഥലം വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. 20 കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ച് ഈ ഡാമും ചുറ്റുപാടുകളും നേരിട്ട് കണ്ടറിയാനും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും പറ്റിയൊരു അവസരമാണിത്. 2020 ഡിസംബറിൽ പോയൊരു യാത്ര. അന്ന് ആ യാത്ര വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് വീണ്ടും അതേ സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിരുവാണി ഡാം കാണാനായി 2020 പോയിരുന്നു. അന്ന് പക്ഷേ ഡാമിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അവിടെ ടൂറിസ്റ്റുകളെ അനുവദിച്ചിരുന്നില്ല. 2019 പ്രളയം കാരണം അവിടുത്തെ റോഡെല്ലാം നശിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2024 ടൂറിസ്റ്റുകൾക്കായി ആ സ്ഥലം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ശിരുവാണി എക്കോ ടൂറിസം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ശിരുവാണിയിലെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ ഈ യാത്ര. പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് മാറി പാലക്കയം ശിരുവാണി റോഡിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെ അടുത്തടുത്തായി 2 ഡാമുകളുണ്ട്. ഒന്ന് കാഞ്ഞിരപ്പുഴയും മറ്റൊന്ന് ശിരുവാണിയും. അന്ന് ശിരുവാണി ഡാമിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ക്ഷീണം തീർത്ത് കാഞ്ഞിരപ്പുഴ ഡാം കണ്ടിട്ടായിരുന്നു. ഈ 2 ഡാമുകളും ഉറപ്പായും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അതുപോലെ ഈ വഴിയിലൂടെയുള്ള യാത്രയും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതൊരു മലയോര പ്രദേശമായ കാരണം പോകുന്ന വഴിയിലായി നിറയെ വ്യൂ പോയിന്റ്സും ഉണ്ട്. അങ്ങനെ പാലക്കയം എത്തി. ഇവിടെ നിന്നാണ് കാഞ്ഞിരപ്പുഴയിലേക്കും ശിരുവാണി ഡാമിലേക്കും റോഡുകൾ മാറിപ്പോകുന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് 3-4 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ശിരുവാണിയിലേക്കുള്ള റോഡ് ഏതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പം കണ്ട ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ വേറെ കടകളൊന്നും ഇനി കാണാൻ കഴിയില്ല. അത്യാവശ്യം വെള്ളം കുടിക്കാനോ കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ അവിടെ നിന്നോ കയ്യിൽ വാങ്ങി വെക്കണം. ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ പാലക്കയം വരെ ബസ് വരുന്നത് കണ്ടിരുന്നു. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്ററാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വരെയുള്ള ദൂരം. ഇതൊരു മലയോര പ്രദേശമായ കാരണം കുറച്ച് സമയമെടുക്കും അവിടെ ഡ്രൈവ് ചെയ്തെത്താൻ. മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിയാം. ഇതുപോലുള്ള കുറേ നല്ല വ്യൂ പോയിന്റ്സുകൾ കാണാൻ കഴിയും. എല്ലാ വ്യൂ പോയിന്റ്സിലും നിർത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവിടെയെല്ലാം നിർത്തി പോയാൽ ഒരുപാട് സമയമെടുക്കും ശിരുവാണി ഡാം എത്തുമ്പോഴേക്കും. ഇപ്പോൾ ഏകദേശം ചെക്ക് പോസ്റ്റിനടുത്ത് എത്താറായി. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്താതെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ഈ സ്ഥലം റീഓപ്പൺ ചെയ്ത ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുറേ പേർ ഈ സ്ഥലം തേടി വരുന്നുണ്ട്. ഇഞ്ചിക്കുന്ന് വ്യൂ പോയിന്റ് എന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടത്. ഇതാണ് ആ സ്ഥലം. ഇവിടെ എത്തുമ്പോഴേക്കും മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം പോയിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നവർ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനൊരു വ്യൂ പോയിന്റ് കണ്ടാൽ എങ്ങനെയാണ് ഇവിടെ നിർത്താതെ പോവുക? ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ടീ പ്ലാന്റേഷൻ പോലെ തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കായി കൃഷിയിടങ്ങളുണ്ടെങ്കിലും ബാക്കിയെല്ലാം പുല്ല് പടർന്നു പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിനടുത്തെത്തി. ഇതാണ് ഈ ശിരുവാണി എക്കോ ടൂറിസം പദ്ധതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നല്ല കാറ്റാണ് ഇവിടെ. മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും കാട് കയറുമ്പോൾ അകത്ത് മഴ കിട്ടാനാണ് സാധ്യത. ഇവിടെ ഇനി രജിസ്റ്റർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. വണ്ടി നമ്പറും എത്ര ആളുകളുണ്ട് എന്നും ഇവിടെ പറയണം. മുൻകൂട്ടി സ്ലോട്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ 2 വീലേഴ്സ് അലൗഡ് അല്ല. നമ്മൾ വരുന്ന വണ്ടിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാനായി കൂടെ ഒരു ഗൈഡും വരും. ഒരു വീക്കെൻഡാണ് ഞാൻ ഇവിടെ വന്നത്. വീക്കെൻഡുകളിൽ ഇവിടെ നല്ല സഞ്ചാരികളുടെ തിരക്കാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി ബുക്ക് ചെയ്യേണ്ട നമ്പറും ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രാവിലെ 9 മണി മുതലാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്കുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആയി തുടങ്ങുക. കഴിയുന്നതും രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. കാടായ കാരണം ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഇവിടെ ഇരുട്ട് കയറും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെല്ലാം റോഡിലേക്ക് ഇറങ്ങാറുണ്ട്. അത് കാരണം 5 മണിക്ക് ശേഷം ആരെയും അകത്തേക്ക് അനുവദിക്കാറില്ല. സ്ഥലം കാണാനായി പോയവരും 5 മണിക്ക് മുൻപായി തിരിച്ചെത്തണം.
ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം 20 കിലോമീറ്റർ അകത്ത് യാത്ര ചെയ്യാൻ കഴിയും. അതിലേകദേശം ഒരു 4-4.5 കിലോമീറ്റർ ചെറിയൊരു ഓഫ് റോഡാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളിലൂടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയൂ. ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുന്നത് മുത്തിക്കുളം ഫോറസ്റ്റ് റേഞ്ചിലേക്കാണ്. ഇവിടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 36 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുറം ലോകമായി അധികം ബന്ധമൊന്നുമില്ലാതെ കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോകുന്നവരാണ് ഇവരെല്ലാം. കാട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കണ്ടെത്തി ജീവിച്ച് ഈ കാട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുറച്ച് കുടുംബങ്ങൾ. അവർക്കൊരു ജോലി കൊടുക്കുക, അതുപോലെ അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഈ ശിരുവാണി എക്കോ ടൂറിസം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ സഹായിക്കാനായി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഗൈഡുകളിൽ കൂടുതൽ പേരും ആ കോളനിയിൽ നിന്നുള്ളവരാണ്. ഈ കാടിനെ നന്നായി അടുത്തറിയുന്ന അവർ തന്നെയാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈ കാടിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് യോഗ്യരായവർ. ഈ യാത്രക്കിടയിൽ ഞാൻ കാണാൻ വിട്ടുപോയ കുറച്ച് കാഴ്ചകളുണ്ട്. ആദ്യത്തെ 4-5 കിലോമീറ്റർ ഓഫ് റോഡ് കഴിഞ്ഞതും ഒരു എസ്കർവ് വരും. അതിനുശേഷമാണ് നല്ല റോഡ് ആരംഭിക്കുന്നത്. ആ ഭാഗത്തായി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ ഈ കാടിനുള്ളിൽ കുറേ ഔഷധ ചെടികളും മരങ്ങളെല്ലാം ഉണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും അധികമായി കാണാൻ കഴിയാത്ത ചെങ്കുറിഞ്ഞി മരവും ഈ കാട്ടിനുള്ളിലുണ്ട്. ശിരുവാണിയിലേക്ക് വരുന്നവർ ഈ കാഴ്ചകളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കാടിനുള്ളിലേക്ക് പോകുന്തോറും കാലാവസ്ഥ ആകെ മാറി വരികയാണ്. നല്ല കോടമഞ്ഞാണിപ്പോൾ ഇവിടെ. വരുന്ന വഴിയിലെല്ലാം നല്ല വെയിലായിരുന്നു. പക്ഷേ ഇവിടെ കാടിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ. പല വെറൈറ്റിയിലുള്ള പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ചെറിയ പക്ഷികളെല്ലാം നിറയെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് വന്യമൃഗങ്ങളെയൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല. ഇന്നാണെങ്കിൽ നല്ല സഞ്ചാരികളുടെ തിരക്കുണ്ട്. കുറേ വണ്ടികളെല്ലാം ഈ വഴികളിലൂടെ പോകുന്ന കാരണം ഇന്ന് വന്യമൃഗങ്ങൾ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ സ്ഥലത്തെ മെയിൻ അട്രാക്ഷൻ ശിരുവാണി ഡാം തന്നെയാണ്. പോകുന്ന വഴിയിൽ ഡാമിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറേ സ്റ്റെപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതും കാടുകൾക്കിടയിലൂടെ നന്നായി പണിതു വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ. എന്തായാലും ഇതുവഴി ഒന്ന് നടന്ന് താഴെ പോയി നോക്കാം. കൊടും കാടിനിടയിലൂടെയാണ് ഡാമിലേക്കുള്ള ഈ സ്റ്റെപ്പുകൾ പണിതീർത്തിരിക്കുന്നത്. വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇതുവഴി ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നടന്നു പോകുന്നത്. സ്റ്റെപ്പുകൾ ഇറങ്ങി ഏകദേശം ഡാമിനടുത്ത് എത്താറായി. ഈ യാത്രക്കിടയിലെ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണത്. കാടായതുകൊണ്ട് ഓരോ ചൂടും ശ്രദ്ധിച്ചു വേണം ഇവിടെ നടക്കാൻ. ഇവിടെ വരുന്നവർ ഈ കാടിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒന്നും ഇവിടെ ചെയ്യരുത്. നല്ല കാറ്റും മഞ്ഞും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന മഴത്തുള്ളികളും ഇതെല്ലാം കൂടി ചേർന്ന് നല്ല തണുപ്പാണ് ഇവിടെ. പാലക്കാടിൻ്റെ വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുക. ശിരുവാണി ഡാമിലെ വെള്ളത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് ശിരുവാണിയിലെ വെള്ളം എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ശിരുവാണിയിലെ വെള്ളം റാങ്കിങ്ങിൽ 2ാമതാണ് നിൽക്കുന്നത്. അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാം ഒരുമിച്ച് കിട്ടില്ല എന്ന് പറയുന്ന പോലെ നിർഭാഗ്യവശാൽ ഈ ഡാമിലെ വെള്ളം മുഴുവൻ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അവകാശമില്ല. കരാർ അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അവകാശം മുഴുവൻ തമിഴ്നാട്ടുകാർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായ കാരണം ഇവിടെ കുറേ സമയം ചിലവഴിച്ചു. ഇനി തിരിച്ച് മുകളിലേക്ക് കയറാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേറെ എവിടെയും വണ്ടി നിർത്തില്ല. ആദ്യത്തെ ബ്രേക്ക് എടുത്തതും ഈ സ്ഥലത്താണ്. വരുന്ന വഴിക്കുള്ള ഔഷധത്തോട്ടങ്ങളെല്ലാം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിർത്താം. പിന്നെ വരുന്ന വഴിയിലായി സിംഗപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനും കണ്ടിരുന്നു. കുറച്ച് ദൂരം കൂടി ഡ്രൈവ് ചെയ്തും ശിരുവാണി ഡാമിൻ്റെ എൻട്രൻസിനടുത്തെത്തി. കേട്ടറിഞ്ഞൊരു സംഭവമാണ്, ഇതുവരെ ഈ ഡാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഈ ഡാം കെട്ടിക്കഴിഞ്ഞ സമയത്ത് പ്രശസ്തരായ പലരെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും യാദൃശ്ചികം എന്ന് പറയാം, ഉദ്ഘാടനത്തിന് മുമ്പായി അവരെല്ലാം മരണപ്പെട്ടു. അതിനുശേഷം ഈ ഡാമിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും കേട്ടറിഞ്ഞ കാര്യം മാത്രമാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് വരുന്നത്. സാധാരണ ജനങ്ങൾക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ അനുവാദമില്ല. മറ്റൊരു സംഭവം, ഈ ഡാമിൽ ഷട്ടറില്ല. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നമുക്കൊരു സംശയം തോന്നാം. ഡാമിൽ വെള്ളം കൂടുമ്പോൾ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നതോ അത്യാവശ്യ ഘട്ടങ്ങളിൽ വെള്ളം പുറത്തേക്ക് വിടുന്ന പരിപാടികളൊന്നും ഇവിടെയില്ല. ഷട്ടർ ഓപ്പണും ക്ലോസും ചെയ്ത് വെള്ളം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഇവിടെയില്ല. പകരം വെള്ളം നിറഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് ഒഴുകിപ്പോകും. ഇത് കാണുമ്പോൾ തമിഴ്നാട് കോവിലിൻ്റെ എല്ലാം എൻട്രൻസുകളാണ് ഓർമ്മയിൽ വരുന്നത്. കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.
കോയമ്പത്തൂരിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു ഡാമാണത്. റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിരുവാണി ഡാം 1973 ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 1984 നിർമ്മാണം പൂർത്തിയായ വർഷം. ഈ ഡാം കേരളത്തിലാണെങ്കിലും വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഡാമിൽ നിന്ന് കേരളത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. ഡാമിൽ നിന്ന് ഓവർഫ്ലോ ആയി പുഴയിലേക്ക് പോകുന്ന വെള്ളം അത് നമുക്ക് ഉപയോഗിക്കാം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, നല്ല തണുപ്പും. ഇനി ഈ വഴി കുറച്ച് താഴേക്കാണ് ഇറങ്ങുന്നത്. കോടമഞ്ഞ് പുതച്ച കാടിൻ്റെ അന്തരീക്ഷം, അതിനിടയിലൂടെയുള്ള യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. നെറ്റ്വർക്ക് ഒന്നുമില്ലാതെ തിരക്കുകളും മൊബൈലെല്ലാം മാറ്റിവെച്ച് മനോഹരമായ കാടിൻ്റെ കാഴ്ചകളും ആസ്വദിച്ച് ഒരു യാത്രയാണത്. വരുന്ന വഴിയിൽ കണ്ടൊരു പാലമാണിത്. ഇത് നമ്മൾ മുകളിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുന്ന ഒരു ഭാഗം കണ്ടിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതാണ് ഡാമിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയി വരുന്ന സ്ഥലം. അങ്ങോട്ട് നോക്കുമ്പോഴേ അറിയുന്നുണ്ട് വെള്ളത്തിൻ്റെ ആ തെളിമ. ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം പുഴയിലേക്കാണ് ചേരുന്നത്. ആ വെള്ളമാണ് ഇവിടെ കോളനിയിലുള്ളവർ ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ഓവർഫ്ലോ ആയി വരുന്ന പുഴയിലേക്ക് ചേരുന്ന വെള്ളം കേരളത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം. പാലത്തിൻ്റെ ഒരു ഭാഗത്തായാണ് ഡാമിലെ വെള്ളം ഓവർഫ്ലോ ആയി വരുന്ന ഭാഗം, മറുഭാഗത്ത് പുഴയാണ്. ഇന്നത്തെ കാലാവസ്ഥ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുന്നത്. സാധാരണ ഈ സമയത്തെല്ലാം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. ഞാനിവിടെ നിൽക്കുമ്പോൾ സമയം ഏകദേശം 11:30. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടാൽ ഇതൊരു ഉച്ച സമയമാണ് എന്ന് പോലും മറന്നുപോകും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു ഹിൽ സ്റ്റേഷനിലൂടെ നടക്കുന്ന അതേ ഫീലാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. വീണ്ടും റോഡ് കുറച്ച് മോശമാണ്. നിറയെ വണ്ടികൾ ഇന്ന് അകത്തേക്ക് പോയിട്ടുണ്ട്. ഓപ്പോസിറ്റൊക്കെ ഒരു വണ്ടി വന്നാൽ ശരിക്കും പെട്ടുപോകും. നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് മാത്രമേ ഇതുപോലുള്ള വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാൻ കഴിയൂ. ഇവിടെ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോകുന്ന വഴിയിൽ കാണാൻ കഴിഞ്ഞ മറ്റൊരു മനോഹരമായ സ്ഥലം. ഇതുപോലെ ചെറുതും വലുതുമായ കുറേ അരുവികളും പുഴകളെല്ലാം ഈ പോകുന്ന വഴിയിലായുണ്ട്. ഈ വെള്ളം നേരെ ചെന്ന് ചേരുന്നത് ശിരുവാണി ഡാമിലാണ്. കുറച്ച് ദിവസമായി ഇവിടെ മഴ പെയ്യുന്ന കാരണം വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം വെള്ളം കുറഞ്ഞു വരുന്നൊരു സമയമാണ്. അതുപോലെ ഉച്ച സമയത്ത് ഇത്രയും മഞ്ഞും കാണാൻ കഴിയില്ല. മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് കൊടും കാടുകളിലൂടെ ഒഴുകി വരുന്ന ഇതുപോലുള്ള അരുവികളുടെ ഭംഗി എത്ര കണ്ടാലും മതിവരില്ല. അങ്ങ് ദൂരെയായി ആ മലമുകളിൽ നിന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗമായ കേരള മേട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി മുന്നോട്ട് നടക്കണം. ആ പിക്കറ്റ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് മുന്നോട്ട് നടന്നാൽ കേരള തമിഴ്നാട് ബോർഡറിനടുത്തെത്തും. ആ കാണുന്ന കല്ലിനപ്പുറം തമിഴ്നാടാണ്. ഇവിടെ ഇനി 1 കിലോമീറ്റർ ട്രെക്കിംഗ് ചെയ്യണം. പുൽമേടുകൾക്കിടയിലൂടെ ചെറിയൊരു ട്രെക്കിംഗ്. ഇവിടെ ട്രെക്കിംഗ് തുടങ്ങിയതും വീഴാനാണ് പോകുന്നത്. 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. കയറാൻ എളുപ്പമാണ് എന്ന് കരുതി തുടങ്ങിയത് ഒരു രീതിയിലും ഗ്രിപ്പ് കിട്ടുന്നില്ല. ഈ വഴി മുഴുവൻ ചെളിയാണ്. ചവിട്ടിയതും വഴുതി വീഴാനാണ് പോകുന്നത്. എന്തായാലും പിന്മാറില്ല. മുകളിൽ വരെ കയറിയിട്ട് തിരിച്ചു പോകും. നട്ടുച്ചയാണേലും നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥ. നടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ രീതിയിലും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. കുറച്ച് ദൂരം മുന്നോട്ട് കടന്ന് ചെരുപ്പ് അവിടെ ഊരി വെച്ചു. ചെരുപ്പിട്ട് നടക്കുമ്പോഴാണ് വീഴാൻ പോകുന്നത്. ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുന്നത്. ഈർപ്പമുള്ളൊരു സ്ഥലമായ കാരണം നിറയെ അട്ടകളുണ്ട്. അങ്ങ് ദൂരെയായി ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. തമിഴ്നാടിൻ്റെ വാച്ച് ടവറാണത് എന്നാണ് കൂടെയുള്ള ഗൈഡ് പറഞ്ഞത്. ചില സമയങ്ങളിലെല്ലാം നമ്മുടെ തൊട്ടു മുന്നിലുള്ളതടക്കം കാണാൻ കഴിയുന്നില്ല. അത്രയും മഞ്ഞുണ്ടെന്നവിടെ. താഴത്ത് നിന്ന് കിട്ടിയ ഈ വടിയാണ് ഇന്ന് രക്ഷയായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായും വീണിട്ടുണ്ടാകും. ഇവിടെ എന്നും ഇങ്ങനെയല്ല. കുറച്ച് ദിവസങ്ങളായി പെയ്ത മഴ കാരണമാണ് മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഈസിയായി മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയും. ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ കുറച്ച് ദൂരം മാത്രമേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ മുകളിലേക്ക് കയറാൻ കഴിയും. പുൽമേടുകൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വഴിയാണത്. ഏകദേശം 20 മിനിറ്റ് കൊണ്ടെല്ലാം മുകളിലേക്ക് കയറി എത്താൻ കഴിയും. ശരിക്കും ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാൽ താഴെ കോയമ്പത്തൂരുള്ള പല സ്ഥലങ്ങളും കാണാൻ കഴിയും. കുട്രാലം വാട്ടർഫാൾസും ആദിയോഗി ആ ശിവൻ്റെ വലിയ സ്റ്റാച്ചു എല്ലാം ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ഇന്ന് കോടമഞ്ഞ് ഒരുപാടുള്ളത് കാരണം
അതൊന്നും ഇവിടെ നിന്നാൽ കാണാൻ കഴിയില്ല. പക്ഷേ അതൊന്നും കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒട്ടും പരിഭവം തോന്നുന്നില്ല. തൊട്ട് തലോടി പോകുന്ന ഈ കോടമഞ്ഞ്, ഈ ഒരു ഫീല് എപ്പോഴും ഇവിടെ വന്നാൽ അനുഭവിക്കാൻ കഴിയില്ല. ശിരുവാണി ഡാമിലേക്ക് ഞാനിന്ന് വരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുഭാഷ് ഏട്ടനാണ്. പിന്നീട് വരാമെന്ന് പറഞ്ഞ എന്നോട് പറ്റുമെങ്കിൽ പെട്ടെന്ന് വരാൻ നോക്കണം, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, ഈ ഒരു കാലാവസ്ഥ എപ്പോഴും കാണാൻ കഴിയില്ല. ഈ വാക്കുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ശിരുവാണിയിലെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും വന്ന് കാണാം ശിരുവാണി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി. ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.